മണ്ണാർക്കാട് റൂറൽ ബാങ്കിൽ അഴിമതി ആരോപിച്ച് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. ദേശീയപാതയിൽ നിന്ന് ബാങ്കിലേക്ക് കയറുന്ന ഭാഗത്ത് പ്രവർത്തകരെ തടഞ്ഞതാണ് പ്രകോപനമായത്. ഡിവൈഎഫ്ഐയുടെ മറുപടിക്ക് അനുസരിച്ചായിരിക്കും ബാങ്കിനെതിരെ ലീഗിന്റെ തുടർ സമരമെന്ന് ഉദ്ഘാടനം ചെയ്ത നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. മന്ത്രിയെയും സർക്കാരിനെയും വിശ്വാസമില്ലാതെയാണ് യൂത്ത് ലീഗ് സമരം ചെയ്യുന്നതെന്ന ഡിവൈഎഫ്ഐയുടെ ആരോപണം ആവർത്തിച്ചാൽ ബാങ്ക് പൂട്ടി കയ്യിൽ തരുമെന്ന് റഷീദ് ആലായൻ പറഞ്ഞു. ബാങ്കിനെതിരെ സമരം ചെയ്യിപ്പിക്കാതിരിക്കാനും പലർക്കും താല്പര്യമുണ്ടാകും. യൂത്ത് ലീഗ് സമരം തീരുമാനിച്ചാൽ ഏത് തമ്പുരാൻ വിചാരിച്ചാലും മാറ്റാനാവില്ല. യൂത്ത് ലീഗിന്റെ നേതാക്കൾ അണികളാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങള് സിപിഎമ്മിനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ സിപിഎമ്മിന്റെ സമ്മതവും ഡിവൈഎഫ്ഐയുടെ നാക്കുമാണ് കാണുന്നത്. അതുകൊണ്ട് ഡിവൈഎഫ്ഐ പറയുന്നത് ഞങ്ങൾക്ക് മന്ത്രിമാരെ വിശ്വാസമില്ലാത്തതിന്റെ പേരിലാണ് ഇന്ന് ഞങ്ങൾ സമരം നടത്തിയത് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയോട് തന്റെ ഇടമുണ്ടോ? 10 വർഷമായി പിണറായി ഊരി വെച്ച നട്ടെല്ലും നാവും തിരിച്ചു കിട്ടിയില്ലേ? നാളെ ഇവിടെ ഒന്നുകൂടി പറയുമോ? ഒരൊറ്റ തവണ കൂടി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീന് വിശ്വാസമില്ലാത്തതിന്റെ പേരിലാണ്, മന്ത്രിസഭയെ വിശ്വാസമില്ലാത്തതിന്റെ പേരിലാണ് യൂത്ത് ലീഗ് സമരം നടത്തിയത് എന്ന് ഒരു ഡിവൈഎഫ്ഐക്കാരൻ നാളെയോ മറ്റന്നാളോ പ്രസംഗിക്കണം, മാസം കഴിഞ്ഞിട്ടല്ല. അങ്ങനെ ഒരു ഡിവൈഎഫ്ഐക്കാരൻ നട്ടലുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ പ്രസംഗിച്ച ബാങ്കിന്റെ ഏട്ട നിങ്ങൾക്ക് പൂട്ടിയിട്ട് ആ താക്കോല് കയ്യിലാണ് ലീഗ്. മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ദേശീയപാതയിൽ ബാങ്ക് പരിസരത്ത് പോലീസ് തടഞ്ഞു. ബാങ്കിന്റെ ഗേറ്റ് വരെ കടത്തിവിടണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് വിസമ്മതിച്ചു. ഇത് ഏറെ നേരത്തെ ഉന്തിനും തള്ളിനും ഇടയാക്കി. ഞങ്ങൾ റൂറൽ ബാങ്കിലേക്ക് സമരം ചെയ്യുമ്പോൾ തുടർന്ന് നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. കെ ഷമീർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. സാമിയ അവതരിപ്പിക്കുന്നു ആർപ്പോ 26. ഷോപ്പിംഗ് ചെയ്യൂ, ഭാഗ്യം സ്വന്തമാക്കൂ. ഈ ഓണം ആഘോഷം സാമിയയോടൊപ്പം. സാമിയ വെഡിംഗ് പാലസ്, മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി, അലനല്ലൂർ, പട്ടാമ്പി.